ചക്രമണി സാറേ, ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ നിരവധി നാടകങ്ങൾ കാണും. രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. കാര്യം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്ഥായി ഭാവം ഇല്ലെന്നാണ് അല്ലോ പറയുന്നത്. ഏതായാലും ഐഷ പോറ്റിയെ കൊല്ലത്ത് കോൺഗ്രസ്സുകാർ അടർത്തിയെടുത്തിരിക്കുന്നു. ഐഷ പോറ്റിയെ പോലെ ഒരു മികച്ച വ്യക്തിത്വമുള്ള ഒരു വനിതയാണ്. എൻ്റെ ഓർമ്മയിൽ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ കമത്തി അടിക്കാനായിട്ട് പാർട്ടി കണ്ടെത്തിയ ഒരു വനിതാ നേതാവാണ്. CPM എന്ന് പറയുന്ന പാർട്ടി കണ്ടെത്തിയ വനിതാ നേതാവ്. സർ, ഐഷ പോറ്റിയെ പോലെ ഇത്രയധികം ജനസമ്മതിയുള്ള ഒരു വനിതയെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി സംഘടനാ തലത്തിൽ ഈ കഴിഞ്ഞ 15 കൊല്ലം 16 കൊല്ലം ഏതാണ്ട് 20 കൊല്ലം വരെ പറയും സംഘടനാ തലത്തിൽ ജനങ്ങൾക്കിടയിൽ വളരെ ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലെയൊക്കെയുള്ള ജനങ്ങൾക്ക് തൽപരരായിട്ടുള്ള നേതാക്കളെ സംഘടനയുടെ വാൾ ഉപയോഗിച്ച് വെട്ടി നിരത്തുന്ന സംഭവം, അത് VS മുതൽ നിരവധി പേരെ, അതായത് സംഘടനയുടെ ഒരു ചട്ടക്കൂട് ജനപ്രിയതയെ വെട്ടാനായി ഉപയോഗിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വരട്ട് തത്വവാദത്തിൻ്റെ അവസാന വാക്കാണ് ഈ വരട്ട് തത്വവാദം. അവസാനത്തെ ഒരു ആളല്ലേ ഐഷ പോറ്റി എന്നൊരു സംശയം. ഐഷ പോറ്റി പോകുന്നു, നിരവധി പേർ പോകുമെന്ന് പറയുന്നു. സുധാകരനെ വരെ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സർ, ഇത് കണ്ടാലെങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടി സംഘടനാ തലത്തിൽ സംഘടനയുടെ വലിപ്പം കൊണ്ട് CPM ഒരു സംഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു വലിയ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. സംഘടനയുടെ ഒരു വല്ലാത്ത ഒരു ച്യുതിയല്ലേ, മൂല്യച്യുതിയല്ലേ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ തലത്തിൽ തകർന്നതിൻ്റെ ഒരു അവസാന ഉദാഹരണമായി പറയാം. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഘടനാ തലത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേഡർ പാർട്ടിയുടെ നിലവാരത്തിൽ നിന്ന് CPM താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ കഴിഞ്ഞത് നമ്മൾ ഇത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. അയ്യപ്പാസിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ തന്നെ 5 റിബലുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാധാരണ ഒരു രാഷ്ട്രീയ CPMന്റെ ചരിത്രത്തിൽ അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. അതൊന്ന് ലോക്കൽ കമ്മിറ്റി മുൻ അംഗം മുതൽ യഥാർത്ഥത്തിൽ ദേശാഭിമാനിയുടെ യൂണിറ്റ് മാനേജർ മുതലുള്ള ആളുകൾ, ബ്യൂറോ ചീഫ് ശ്രീകണ്ഠ, ബ്യൂറോ ചീഫ്, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത്തരത്തിലുള്ള എന്നാലും അതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഇനിയും CPM വിട്ട് മറുചേരിയിലേക്ക് പൊയ്ക്കോളും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ഒരു രണ്ടാം തരം നേതാക്കന്മാരൊക്കെ വളർന്നു വരുന്നതിൽ ഇപ്പോൾ AK ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ പിണറായിയെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അത് കോൺഗ്രസിലെ എല്ലാ പാർട്ടികളിലും. അതിൽ കുറച്ചുകൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് CPMലാണ്. ആ CPMൽ പോലും അത് സംഭവിച്ചിട്ടില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇത്തവണ സാധാരണ ഉള്ളതിനേക്കാൾ കുറേ കൂടി മിലിറ്റൻ്റായ, കുറേ കൂടി വളരെ സ്ട്രാറ്റജിക്കായ നീക്കങ്ങളിലൂടെ മുന്നേറുകയാണ്. അതിലൊന്ന് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം ജോസ് കെ മാണി ഏതാണ്ട് കോൺഗ്രസിലേക്ക് എത്താം എന്നുള്ളത്, UDFലേക്ക് എത്താം എന്നുള്ളത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 6 സീറ്റുകൾ ഉറപ്പ് ഇപ്പം തന്നെ കൊടുത്തു. അതായത് 5 നിലവിലുള്ള സീറ്റുകളും പ്ലസ് 1 പാലായും ഉൾപ്പെടെ നേരത്തെ തന്നെ കൊടുത്തു. ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാ കയ്യിൽ മാണി സി കാപ്പൻ തന്നെ ഞാൻ വേണമെങ്കിൽ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് വേണ്ടിയാണ് മാറിക്കൊടുക്കുന്നത്? കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിക്കാനല്ല അവിടെ. അപ്പോൾ മത്സരിക്കാനുള്ളത് ജോസ് കെ മാണിയാണ്. പിന്നെ ഈ പാലായിൽ മാണി സി കാപ്പന് യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരുവമ്പാടിയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 സീറ്റുകൾ ഇപ്പം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ വെച്ച് 2 തവണ മീറ്റിംഗ് നടത്തിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ എന്താ സംഭവിച്ചേക്കണമെന്ന് അറിയാം. കൊട്ടാരക്കരയിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിൻ്റെ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ CPMന് 1000-ൽ താഴെ ഭൂരിപക്ഷമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 500-ൽ താഴെ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ കഴിയാവുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുമ്പോൾ സാധാരണ CPMകാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്താണ്, അവിടെ നിർത്താൻ കഴിയുന്ന ഏതെങ്കിലും സ്വതന്ത്രരോ മറ്റു പാർട്ടികളിലുള്ള ആളുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് കൃത്യമായി കണ്ടെത്തിയതാണ്. പിന്നെ ഐഷ പോറ്റി പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് ഏതാണ്ട് ഒരു 10 കൊല്ലം വരെ ആയി. ഏതാണ്ട് 10-15 കൊല്ലം, ഞാൻ പറഞ്ഞ ഒരു 18 ബന്ധമില്ലാതായിട്ട്. അപ്പൊ അതുകൊണ്ട് ഐഷ പോറ്റി നേരത്തെ മുൻ MLA ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു അസ്വാരസ്യം വന്നു. അവർക്ക് പിന്നീട് സീറ്റുകൾ കിട്ടിയില്ല.
അപ്പോൾ സീറ്റ് കിട്ടാത്തതിൻ്റെയൊക്കെ സ്വാരസ്യങ്ങളുണ്ട്. അത് അത്തരത്തിൽ അവിടുത്തെ ലോക്കൽ നേതൃത്വമായിട്ട് വലിയ പരിഭവമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു, വിട്ടു. അപ്പോൾ അവർ വിട്ടതുകൊണ്ട് ഈ പറയുന്ന പല ആളുകളുമായിട്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആയിഷ പോറ്റിയാണെങ്കിൽ ഈ സുധാകരനെ കേട്ട് ഞാൻ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഞാൻ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരാളോട്, വലിയ ആളോട് സംസാരിച്ചാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഓപ്പൺലി പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അവർ നേരത്തെ തന്നെ പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം മാനസികമായി വിച്ഛേദിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് കൊട്ടാരക്കരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ അഖിൽമാരൊക്കെ പേര് പോലും കേട്ടു, നേരത്തെ 8 നില പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് KN ബാലഗോപാലിന് തോന്നാത്തത് കിട്ടാത്തൊരു സീറ്റ്, അപ്പോൾ അത് കൊല്ലത്തുള്ള ഒരു സീറ്റ്, കൊല്ലത്ത് CPM വലിയ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സീറ്റ്, അതിൽ തന്നെ KN ബാലഗോപാൽ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും അധികാരനായിട്ടുള്ള ഒരു നേതാവ് മത്സരിക്കുന്ന ഒരു സീറ്റ്. അപ്പോൾ അവിടെ ഏറ്റവും കിട്ടാവുന്ന ഒരു സ്വതന്ത്രനെങ്കിലും കോൺഗ്രസ് പരീക്ഷിച്ചിരുന്നു, ആ സ്വതന്ത്രം പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നിരവധി നേതാക്കൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ താങ്കൾ അറിയേണ്ടത് ഈ ഡീലിമിറ്റേഷൻ 2008 വന്നതിന് ശേഷം ഒരു 40-45 സീറ്റുകളിലേക്ക് വളരെ സ്ട്രോങ് ആയി CPM ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലേക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കാരണം ഇതുപോലെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് നിർത്തുക. സാധാരണ അത് കോൺഗ്രസ് ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ VD സതീശൻ അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ ഗംഭീരമായി മുന്നേറുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം, ഇപ്പൊ ഇത് നേരത്തെ CPM ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് KT ജലീൽ അല്ലാതെ അവിടെ വേറെ ആരെങ്കിലും നമ്മൾ ജയിക്കില്ല. അതുപോലെ അബ്ദുറഹ്മാനെ നിർത്തിക്കൊണ്ടാണ് ജയിച്ചത്. അതുപോലെ തന്നെ മറ്റേ PV അൻവർ ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ DK എടുത്തിട്ടുണ്ട്, DC പ്രസിഡന്റ് ആയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി സാധാരണ അത് കോൺഗ്രസ് ചെയ്യാറുണ്ടാകില്ല, ഇത്തവണ അത് കോൺഗ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇനി പല പോറ്റിമാരും ഇങ്ങോട്ട് തീർച്ചയായിട്ടും സാർ ഒരു കാര്യം ചോദിച്ചിട്ട് അതൊരു നല്ല സംഭവമായിട്ട്. കാര്യം രാഷ്ട്രീയം നമ്മൾ നോക്കുന്നവരെ സംബന്ധിച്ച് ജയമാണ് ഒരു വലിയ ഘടകം, ജയമാണ് നമുക്ക് വേണ്ടത്. അതിന് അത്തരത്തിലൊരു അടവ് നയം എന്ന് പറയുന്നത് ശരിക്കും CPM പണ്ട് നാളുകളിൽ അങ്ങനെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്ക് വളരെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ, അവർ ചാടി വന്നിരുന്നാലും ഇപ്പോൾ ലോനപ്പൊന്നം പാടം ചാടി വന്നത് ശരിക്കും എൻ്റെ കുട്ടിപ്രായത്തിലാണ് ഞാനത് കാണുന്നത്. അല്ല, ഇതിൽ ഒരു അയ്യപ്പദാസ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ട ചിറ്റാക്കിയിട്ടൊന്നും കാര്യമില്ല. ജയം വളരെ പ്രധാനപ്പെട്ടതായി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ CPM ഐഡിയോളജി എന്ന് പറയുന്നത് പാർലമെന്ററി പാർട്ടിയിലേക്ക് മത്സരിക്കുക എന്നുള്ളത് മാത്രം, അത് തങ്ങളുടെ ഒരു ആശയ പ്രചരണത്തിനുള്ള ആയുധമായിട്ടാണ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം അധികാരത്തിന്റെ സുഖമൊക്കെ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം കിട്ടണമെന്നുള്ള താല്പര്യത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. അതിൽ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. ഞാൻ ബീങ് ഒരു തെറ്റെന്ന് ഞാൻ പറഞ്ഞോളൂ സാർ. ശരിക്കും സാർ പറഞ്ഞതുപോലെ അത്തരത്തിലേക്ക് വന്നത് ഈ കഴിഞ്ഞൊരു 20 കൊല്ലമായി പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി വന്നതിന് ശേഷമാണ്. അല്ല, പാർട്ടി സെക്രട്ടറി വരുന്നതിന് മുമ്പ് അത് പതുക്കെ മാറിയിരുന്നു. ഇപ്പൊ അയ്യപ്പാസ് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കിയാൽ നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ആരും ഇലക്ഷൻ മത്സരിക്കില്ലായിരുന്നു. ഇലക്ഷൻ മത്സരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട പാർട്ടി പദവി. അപ്പൊ അത്തരത്തിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. ഇപ്പൊ AP ബർക്ക് ഇവിടെ ഇലക്ഷൻ മത്സരിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ നിരവധി ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഇപ്പൊ ചടയൻ ഗോവിന്ദൻ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകൾ മത്സരിക്കാതിരുന്നു. ആ മത്സരിക്കാതിരിക്കുന്ന ലെവലിൽ നിന്ന് പാർട്ടി എന്ത് ചെയ്തു, വിട്ടു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അയ്യപ്പാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി ഞാനിപ്പോൾ ഇതിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങളും ജയിക്കാനുള്ള അടവുകളും എല്ലാം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും എത്തിക്കഴിഞ്ഞു. ഇപ്പം നേരത്തെ ആണെങ്കിൽ ഒരു കുതിരക്കച്ചവടം നടത്തി ഒരാൾ കാശ് മേടിച്ച് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മോശമായിട്ട് കണക്കൂട്ടുകയും, ഇപ്പോഴാണെങ്കിൽ അതൊരു ചാണക്യ തന്ത്രമായിട്ട് കണക്കൂട്ടുകയും ചെയ്യും. നമ്മളെ ജനം പോലും കൈക്കൂലി മേടിച്ച് വലിയ സുഖമായി ജീവിക്കുന്നവരോട് അസൂയപ്പെടുന്ന ജനമായി, അല്ലാതെ അവരെന്ത് മോശമാണ് ഈ കാണിക്കുന്നതെന്ന് പറയാത്തൊരു ജനമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിൽ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ BJPക്കും റൈറ്റ് വിങ് അജണ്ടകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു സർവൈവലിന് വേണ്ടി, എക്സിസ്റ്റൻസിന് വേണ്ടി പാർട്ടിയും കുറേ മാറിയിട്ടുണ്ട്, മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്തരം തന്ത്രങ്ങളോ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഹെൽപ്പോ ഒന്നുമില്ലാതെ ഇനിയുള്ള കാലത്ത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിൽ കൃത്യമായി ഇപ്പൊ കേരളത്തിൽ എന്താ ചെയ്യുന്നത്, സുനിൽ കനകോരു ഇരുന്ന് ഒരു രാഷ്ട്രീയകാര്യ സമിതിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. ആ രാഷ്ട്രീയം മാറിയതിനെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണണം. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള ഒരു സ്റ്റേറ്റിലും അധികാരമില്ല, ഇവിടെയെങ്കിലും അധികാരം നിലനിർത്തിയേ
പറ്റൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. ഇത് തന്നെ തിരിച്ച് ഇപ്പൊ ആരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസ് വി.ഡി. സതീശനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു, ഐഷ പോറ്റിയും ബാക്കിയുള്ള ആളുകളും ഇനിയും കുറച്ച് പേര് കൂടി ഇപ്പൊ ഇനി ഇത് മറുതന്ത്രം പണി. ഇപ്പൊ ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോകുന്നത് റോഷി അഗസ്റ്റിൻ പോകില്ല, പ്രമോദ് നാരായണ പോകില്ല. അപ്പൊ ഒരുപക്ഷെ എന്റെ തോന്നലിൽ ചിലപ്പോൾ ജയരാജ് പോലും പോകില്ല. അപ്പൊ ജയരാജ് പോലും പോകണൊക്കെ കയ്യാലെ പുറത്താണ്. കാരണം വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ ഈ സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അയ്യപ്പാസ് ഒന്ന് മനസ്സിലാക്കണം, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോതിലുള്ള വിജയം LDF ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? ജോസ് കെ മാണി ഏതാണ്ട് 2 മാസം 3 മാസം മുമ്പ് സംസാരിച്ചാണ്. മനസ്സിലായി? ഇപ്പൊ ഒരു മുസ്ലിം ലീഗിന്റെ വലിയൊരു നേതാവിന്റെ വീട്ടില് അതിഥികളായിട്ടാണ് കഴിഞ്ഞ 2-3 ദിവസം നിന്നേച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജൂനിയർ ജോസ് കെ മാണിയും നിഷാമ ജോസ് കെ മാണിയും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അല്ല, ഡൽഹിയിലല്ല, ദുബായിൽ കുടുംബമായിട്ടാണ് പോയിരുന്നത്. അദ്ദേഹം ഇപ്പൊ ഇന്നോ നാളെ ആയിട്ട് തിരിച്ചെത്തും. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടുകാരെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ അതൊക്കെ ഇതൊക്കെ അത് മാത്രമല്ല സാർ, ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായിട്ട് ഏതാണ്ട് എത്രയെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞു. സോണിയാഗാന്ധിയായിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. സോണിയാഗാന്ധി ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പാസ് ഇതിന് വളരെ ലളിതമാണ് കാര്യം. സഭ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തോളാം, മാറിക്കോളാൻ. ഇത് ജോസ് കെ മാണിക്ക് സഭാ നേതൃത്വവും ഇപ്പൊ ദീപിക ദിനപത്രവും കത്തോലിക്ക സഭയൊക്കെ എടുക്കുന്ന നിലപാട് നോക്കിയാൽ ഇത് മാറുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവര് കൂടി അനുവാദത്തോടുകൂടിയാണ് LDF പോയത്. അപ്പൊ LDF ഇപ്പൊ ഈ നമ്മൾ ചില ഇതിലിപ്പോ ഞാനിപ്പോ ഒരു ഇതിൽ പറഞ്ഞിട്ട് വരികയാണ്, അതായത് ഈ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ ചില ജീവികൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന പോലെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക ബിഷപ്പുമാർക്കൊക്കെയാണ്. കാരണം അവർക്ക് മനസ്സിലാവാൻ പറ്റും, അവരനുസരിച്ചുള്ള തന്ത്രങ്ങൾ. പിന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം കൂടിയുണ്ട്. കാരണം ഇപ്പുറത്ത് തോന്നുന്നുണ്ടെങ്കിൽ മന്ത്രിയാവോ സാർ. പക്ഷെ അത് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. അതായത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പം മത്സരിക്കാൻ പോകുന്നു, പാലയിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വളരും തോറും പിളരും തോറും വളരും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റോഷി, ഞാൻ അവരുടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയുകയാണ്. ഈ റോഷി അഗസ്റ്റിനും സാർ പറഞ്ഞ ജയരാജും പിന്നെ വേറെ പ്രമോദ് നാരായണ, അപ്പോൾ അവർക്കെല്ലാം സാർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവർക്ക് ഈ കഴിഞ്ഞ, അതായത് ഈ ഭരണകാലത്ത് വേണ്ട രീതിയിൽ അവരെ കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അവർ നിൽക്കുന്നത്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ മന്ത്രിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ നേട്ടം കിട്ടാത്തത് കൊണ്ട് തന്നെ അല്ലേ ജോസ് കെ മാണി പോയത്? ഭരണത്തിൽ ഇരിക്കുമ്പോൾ UDF ഇവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്താൻ പറ്റും. ഇത് LDFന്റെ കുഴപ്പം കൊണ്ടല്ലോ. അതല്ല സാർ, പാലായിൽ നിന്ന് തോറ്റു, മന്ത്രിയാക്കാൻ പറ്റില്ല. പക്ഷെ അത് മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ LDF ഘടകകക്ഷികളെ വരിഞ്ഞു കെട്ടി മുറുക്കിയിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലല്ല, ആ വരിഞ്ഞു കെട്ടി മുറുക്കൽ യഥാർത്ഥത്തിൽ എനിക്കതിൽ എതിരഭിപ്രായമുണ്ട്. ആ വരിഞ്ഞു കെട്ടി മുറുക്കൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയോട് ഉണ്ടായില്ല. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. കാരണം CPIയുടെയും CPMന്റെയും ലോക്സഭാ സീറ്റുകളിൽ വേക്കൻസി വന്നപ്പോൾ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ല അതുപോലെ CPMന്റെ ലോക്സഭാ സീറ്റാണ് രാജ്യസഭാ സീറ്റാണ് ആർക്ക് കൊടുത്തത്? ജോസ് കെ മാണിക്ക് കൊടുത്തത്. അത് മാത്രമല്ല, ജോസ് കെ മാണി പറയുന്ന കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ നിലപാടുകളാണ് എടുത്തേക്കണം. ഏത് ഈ കെ മാണിയുടെ പ്രതിമ നിർമ്മിക്കുന്ന പോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞത് അത്തരത്തിൽ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് ഇപ്പൊ ഏതാണ്ട് 60-61 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 5 കൊല്ലം കൂടി മന്ത്രിയായി വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ആണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മന്ത്രിയായി പറ്റും. മന്ത്രിയാവണമെങ്കിൽ അടുത്താണോ UDF വന്നേക്കും എന്ന് പറയുന്നത് തോന്നലുണ്ടോന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ നിലപാടും കൂടാതെ ജോസ് കെ മാണിയുടെ അനുയായികളും ഒക്കെ കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ കഴിഞ്ഞ തവണ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാവുകയും കഴിഞ്ഞ തവണ നിയമസഭയിൽ 3.5% ഉണ്ടായിരുന്ന വോട്ടുകൾ ഇപ്പോൾ ഏതാണ്ട് 1.25% കുറയുകയും ചെയ്തിട്ടുണ്ട്. ആ കുറഞ്ഞ വോട്ടുകൾ അവരെല്ലാവരും തന്നെ UDFന് വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു തോന്നലാണ് ജോസ് കെ മാണിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ തരത്തിലുമുള്ള പ്രഷർ ഉണ്ട്. പക്ഷെ ആകെയുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ റോഷി അഗസ്റ്റിനും ഇവരും കൂടെ പോരൂല, ഒരിക്കൽ പിളരും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ UDF ഉറപ്പിച്ച് ജയിക്കുമെന്ന് പറയാവുന്ന ഒരു റിസൾട്ട് അപ്പുറത്ത് ഇല്ല. അതായത് 100% ഉറപ്പാണ്. കാരണം വലിയ വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്ന തോന്നലും ആർക്കില്ല, ജോസ് കെ മാണിക്കില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് പറയാം, ഇവര് ചെന്നിട്ടുണ്ടെങ്കിൽ UDFിനകത്ത് വലിയ തലവേദന ഉണ്ടാവും. കാരണം എന്താ അറിയാമോ, ഇവർക്ക് 12 സീറ്റാണ് ഇവിടെ കൊടുത്തിരുന്നത്. 13 സീറ്റ് കൊടുത്തിരുന്നത്, അതിൽ 12 എണ്ണം ചോദിക്കുന്ന വാരിക്കൂരി കൊടുത്തു കഴിഞ്ഞ. ആ 12 സീറ്റ് കൊടുത്തതിൽ ഇവർ 5 എണ്ണം ജയിച്ചു. അപ്പൊ 6 എണ്ണം തരാം, 4 എണ്ണവും കൂടി തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷെ ഇവരുടെ ഡിമാൻഡ് 12 ആണ്. പക്ഷെ 12 കിട്ടില്ല. ഒന്ന്. രണ്ടാമത് കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇനി ഈ സീറ്റുകൾ എത്രയും എവിടെ നിന്ന് കുറക്കണം, ജോസഫിന്റെ കുറക്കണം.
അതായത് ജോസഫിന്റെ ഒരു 5 സീറ്റ് ജോസഫിനെ മാത്രമല്ല ചിലപ്പോ CMP ജോസഫിന്റെ CMP എടുത്തിട്ട് കാര്യമില്ല, വടകരയിൽ നിന്ന് ജയിക്കാൻ പറ്റില്ല. CMPയുടെ അത് അവർക്ക് തന്നെ കൊടുക്കും, കാരണം വേറെ സംശയമില്ല. ലീഗിന്റെ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ലീഗിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ലീഗ് ചിലപ്പോൾ എന്ത് ചെയ്യും, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. അതുകൊണ്ട് ലീഗിന്റെ എടുക്കൽ എളുപ്പമല്ല. ലീഗ് തിരുവമ്പാടി ചിലപ്പോൾ ഇയാൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്ക്. പക്ഷേ ലീഗ് അതിനേക്കാൾ വലിയ കാര്യം കണ്ടിട്ടുണ്ടാവും, കാരണം കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇവരെക്കാൾ വലിയ നേതാവാണ് അദ്ദേഹം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുമ്പോൾ, ഈ ജോസഫിന്റെ ഗ്രൂപ്പിന്റെ ഒരു 4-5 സീറ്റെങ്കിലും കുറക്കേണ്ടി വരും. ഈ കുറക്കേണ്ടി വരുമ്പോൾ ഇനി ജോസഫ് ഇപ്പുറത്തേക്ക് വിട്ടുവരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണം. ജോസഫിന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തൊടുപുഴയും ഒന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ കോട്ടയത്തുള്ള സീറ്റ് വിട്ടു, മറ്റേ ഇയാളുടെ സീറ്റും കൂടിയാണ്, മറ്റേ മോൻസ് ജോസഫിന്റെ സീറ്റും കൂടിയാണ്, കടത്തുരുത്തി. അപ്പൊ 2 സീറ്റുകൾ അവർ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ അവര് ജയിക്കുമ്പോൾ അവർക്ക് ഇതൊരു ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം ജോസ് കെ മാണി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യമുള്ള മന്ത്രിസ്ഥാനം അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം വലിയ കൺഫ്യൂഷൻ. ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ മോൻസ് ഉണ്ട്, മോൻസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആദ്യമേ അവരെ വരണ്ടെന്ന്. മോൻസ് മാത്രമല്ല, PJ ജോസഫ് സാർ ആദ്യമേ പറഞ്ഞത് അതെ, ഇവരെ എടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതെ അതെ, മനസ്സിലായി. പിന്നെ ഇവരെടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും BD സൈച്ചിന് കൃത്യമായിട്ട് അറിയാം ഇവരാണ് ജോസഫിനേക്കാളും നല്ലതെന്ന് അറിയാം, സംഘടനാ ബലത്തിലും ശക്തിയിലും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ എന്നാ ജോസഫ് പോയിക്കോ എന്ന് ഇവർ ഇന്നോട്ടേന്ന് വിചാരിക്കും. ജോസഫിന് ഒരു 4-5 സീറ്റ് കൊടുക്കാന്ന് പറയും. അപ്പൊ സാർ എന്റെ ഒരു സംശയം, ജോസഫ് എന്ന് പറയുന്ന നേതാവിന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം നേരത്തെ LDF-ലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് സാർ. ചിലപ്പോൾ മാണി അങ്ങോട്ട് പോകുമ്പോൾ ജോസഫ് ചിലപ്പോൾ തിരിച്ച് LDF-ലേക്ക് പോകും. അങ്ങനെ ഒരു നാടകം വേണമെങ്കിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ജോസ് കെ മാണി ഇപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞേക്കണത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കണത് ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങൾ ഇതിൽ നിൽക്കുമെന്നാണ്. എനിക്ക് ഞാൻ തുറന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനാണ് അപ്പുറത്ത് എന്നുള്ളത് കൊണ്ട് ഏത് ലാസ്റ്റ് മിനിറ്റിലും എന്ത് അത്ഭുതവും സംഭവിക്കാം. മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ബാക്കി കാര്യങ്ങൾ അവസാന നിമിഷത്തെ അടവിൽ ശരിക്കും പറയാൻ ജോസ് കെ മാണി ചിലപ്പോൾ സാഷ്ടാംഗം വീഴേണ്ടി വരും. അങ്ങനെ വീഴാനുള്ള പല കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിടക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ജോസ് കെ മാണി അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് ജോസ് കെ മാണി ഒരു വിലപേശൽ പോലും ആണെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞ പ്രകാരം ജോസ് കെ മാണി ഒന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 2 തവണ ദുബായിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒന്ന് ഖത്തറാണോ ദുബായാണോ എനിക്ക് ഉറപ്പില്ല, ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ചർച്ചയിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണി ഇന്ന് വൈകുന്നേരം നാളെ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഉറപ്പിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടാണ്. 16-ാം തീയതി അവരുടെ മീറ്റിംഗ് ഉണ്ട്, പാർട്ടി മീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഈ മീറ്റിംഗിൽ എത്തുന്നതിന് മുമ്പ് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പിണറായി വിജയൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വാടാ മോനെ നീ പോകുന്നോ ജോസെ എന്ന് ചോദിക്കാനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ എന്ത് ചിലപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചാലും കുഴപ്പങ്ങളൊക്കെ ഉന്നയിച്ചാലും അദ്ദേഹത്തെ പോലെ അത്രയും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള തന്ത്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് ഇപ്പൊ കേരളത്തിൽ മനസ്സിലായത്. നമ്മളിപ്പോ എല്ലാവരോടൊക്കെ നമുക്ക് സ്നേഹമാണ്. ഇപ്പൊ VD സൈച്ചൻ നല്ല നേതാവൊക്കെ തന്നെയാണ്, ഞാൻ അങ്ങനെയല്ല കമ്പയർ ചെയ്ത് പറഞ്ഞത്. ഇപ്പൊ K കരുണാകരൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ ചെറുനാളിലേക്ക് K കരുണാകരൻ ഞെട്ടിയിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം K മുരളീധരനെ കൊണ്ട് രാജിവെപ്പിച്ച് മന്ത്രിസ്ഥാനം വിദ്യുശക്തി മന്ത്രിയാക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എന്റെ വീട്ടില് ഇരുന്നിട്ടുള്ള ഒരു വലിയ നേതാവ് പറഞ്ഞിട്ടുണ്ട്, സത്യം പറയാ ചേട്ടാ, എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഞെട്ടിപ്പോയി ചേട്ടാന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഇത്രയും കുശാഗ്ര ബുദ്ധിയോടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. അതുപോലെ TV കാണുന്നതാണ് നല്ലത്. മറ്റേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ആർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യാൻ. അപ്പൊ അതുപോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരിൽ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും എന്തും. അപ്പോൾ സാർ, തലസ്ഥാനത്ത് ഇനി ജോസ് കെ മാണി വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം എവിടേക്കാണ് പോകുന്നത്? ക്ലിഫ് ഹൗസിലേക്കാണോ, AK സെന്ററിലേക്കാണോ, അതേ ഇനി വേറെ വല്ല രഹസ്യ കേന്ദ്രത്തിലേക്കാണോ? പിണറായി വിജയനെ കണ്ട മുട്ടിടിക്കുമോ? ഇത് സംഭവിക്കേണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയെ റിസോർട്ടിൽ താമസിപ്പിക്കേണ്ടി വരും. തീർച്ചയായും. ഏതായാലും നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയ ശേഷമുള്ള, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ജോസ് കെ മാണി തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങി ശേഷമുള്ള 2 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഇതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാം. രണ്ടാമത്തത്, ജോസ് കെ മാണിനെ ഇപ്പൊ ചിലപ്പോൾ ഒറ്റക്ക് അങ്ങോട്ട് പോകേണ്ട അവസ്ഥ പോലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 പേരുടെ പേരാണ്, അവര് പോകത്തില്ല, 3 പേര്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണി എന്ത് ചെയ്യുക, സ്വന്തം പുതപ്പ് കൊടുത്ത് എന്ത് ചെയ്യുക, പൊതിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ അത് തന്നെ മാത്രമേ. കാരണം ഇത് ഇപ്പൊ എന്നെ പോലെ ഒരാൾ ഇത് അറിഞ്ഞെങ്കിൽ, അയ്യപ്പാസ് പറഞ്ഞ ഈ 2 തവണത്തെ മീറ്റിംഗ് 3 തവണത്തെ മീറ്റിംഗ് എന്നെ പോലെ ഒരാൾ അറിഞ്ഞെങ്കിൽ, സ്റ്റേറ്റ് ഇന്റലിജൻസും സ്പെഷ്യൽ ഈ പറഞ്ഞ പോലെ ഇത് സെക്യൂരിറ്റി ഇതൊക്കെ എല്ലാം കയ്യിലുള്ള
അതായത് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ കയ്യിലുള്ള പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാൻ പറ്റും. ഒരിക്കലും അദ്ദേഹം അറിഞ്ഞിട്ടുള്ളൂ. സാർ ഒരു കാര്യം കൂടെ നമ്മൾ തുടങ്ങിയെടുത്തേക്കിനെ ഒന്ന് പോകാം. ഈ ഐഷ പോറ്റി ഇപ്പൊ മാറി എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ഇപ്പൊ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞിരിക്കുന്നു പാർട്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവരെ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, എന്നെ അറിയാവുന്നുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അണികളുണ്ട്, അണികൾക്ക് എന്നെ അറിയാം. അപ്പോൾ അവര് ഇത്രയും നാൾ അവരെ ഇങ്ങനെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യായിരുന്നു. സാർ നിരവധി പേരെ ഇതേപോലെ ഇപ്പൊ ഐഷ പോറ്റി അത്ര മോശക്കാരിയായ ഒരു നേതാവൊന്നുമല്ല. അപ്പൊ ജനപ്രിയത എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഈ സുരേഷ് കുറുപ്പിനെ അവർക്ക് ഇഷ്ടമല്ല. സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കരിയർ നശിപ്പിച്ച ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം കൂടെ സാർ, പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി 3 തവണ പാർട്ടി സെക്രട്ടറി, അടുത്ത 2 തവണ മന്ത്രിയായി. സാറ് പറഞ്ഞ ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് മുതൽ നേരത്തെ പാർട്ടിയുടെ പല സെക്രട്ടറിമാർ, എന്തിന് VS പോലും അവസാന കാലത്താണ് മുഖ്യമന്ത്രിയായത്. അദ്ദേഹം നീണ്ട കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. സാർ അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള പാർലമെന്ററി തലത്തിലേക്ക് മാത്രം, അതായത് CPMന്റെ ഒറ്റ ലക്ഷ്യം പാർലമെന്ററി തലത്തിൽ സുഖലോലുപരായി ഇങ്ങനെ നടക്കുക, അതായത് കൊഴിവെച്ച കാറിൽ കൂടിയ വണ്ടിയിൽ 25 സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് നടക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രം തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ എന്തായിത്തീരും? ഈ ഇതിലേ നമ്മള് ഞാനിപ്പോ ബൈപാസ് പറയുമ്പോൾ ബൈപാസ് വിചാരിക്കും ഞാൻ ഇനി പക്ഷം മാറിയോ, ഞാൻ എന്താ പിണറായി പക്ഷത്തേക്ക് മാറിയോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈപാസൊക്കെ ശ്രദ്ധിച്ചാലേ ഈ സുരേഷ് കുറുപ്പ് വലിയ വിമർശനം നേരിട്ട ഒരാളാണ്. എന്തിനാണ് താങ്കൾക്കറിയാമോ? വാൻ ഹുസൈൻ്റെ ലൂയി ഫിലിപ്പിന്റെ ഒക്കെ ഷർട്ടിട്ടാണ് പുള്ളി നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിലായോ? അപ്പോൾ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ തോതിൽ വിമർശനം നേരിടുകയും അദ്ദേഹം സുഖലോലുപതയുടെ ഒക്കെ ആളായും വലിയ പോഷായിട്ടുള്ള ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിട്ടും കരുതിയിരുന്ന ഒരാളാണ്, മനസ്സിലായോ? പിന്നെ CP ജോണും അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. CP ജോൺ TP-യുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. CP ജോൺ വിട്ടുപോയപ്പോഴത്തേക്കും അദ്ദേഹം വിട്ട് പോയില്ല. അപ്പൊ ആ സമയത്തൊക്കെ കേട്ടിരുന്ന ഒരു കാര്യം, താങ്കൾ ഈ പറഞ്ഞ വിമർശനം സുരേഷ് കുറുപ്പിനെ കേട്ടായിട്ടാണ്. അദ്ദേഹം വളരെ സുഖലോലുപനായി കോഫി ഹൗസിൽ ഇരുന്ന് ചായ കുടിച്ച് അവിടെ ഇരിക്കും, അല്ലാതെ ഇറങ്ങി പണിയെടുക്കാനോ ജാഥ നയിക്കാനോ അടികൊള്ളാനോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് നിയോഗിച്ചത്. അല്ല അത് ആയിക്കോട്ടെ. പാർട്ടി കണ്ടെത്തിയ ഒരു കോട്ടയം പോലൊരു ജില്ലയിലെ ഒരു സ്റ്റേറ്റിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരാളെ നിർത്തേണ്ട ആവശ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത് NSSന്റെ അടക്കം പലതിന്റെയും സപ്പോർട്ടുകൾ അന്നേരം കിട്ടുമായിരുന്നു. വോട്ട് ചെയ്യുമായിരുന്നു. ആ കാരണം എന്താ വെച്ചാൽ സൗമ്യമായിട്ടുള്ള മുഖമാണ്, ആരോട് സംസാരിച്ചാലും നമുക്ക് താല്പര്യം തോന്നും, അത്തരത്തിലുള്ള ഒരാളാണ്. എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു 10, 18, 19 വയസ്സിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ MP ആണെന്ന് പിന്നീട് തിരിച്ചറിയണേ. അപ്പോൾ MP ആണല്ലോ സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും വിചാരിക്കണ്ട, സാധാരണ ഒരാളോട് പറയണ പോലെ പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അദ്ദേഹമായിട്ട് വേറൊരു കാര്യത്തിൽ തർക്കിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തർക്കിച്ചു, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടം തോന്നും. കോട്ടയത്ത് ഒരു സാധാരണ സമയം ഒരു കണ്ണൂർ പൊളിറ്റിക്സ് അല്ല പുള്ളിയുടെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തോന്നും. ഇത് വിമർശനങ്ങളൊക്കെ നേരത്തെ കേട്ട ഒരാളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും നേരത്തെ ഇപ്പോൾ ഒരുപാട് പേരെ താങ്കൾ പറഞ്ഞ പോലെ ജനപ്രിയരായിട്ടുള്ള ആളുകളെ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നതും മിലിറ്റന്റ് ആക്കി നിലനിർത്തുന്നതിലും പിണറായി വിജയന്റെ പങ്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടിവാരം തോണ്ടിയിട്ട് മേളിൽ നിന്നാ മതിയോ, മറിഞ്ഞു വീഴുമല്ലോ. 90 ഈ പറയുന്ന കാര്യമൊക്കെ പറയുമ്പോൾ താങ്കളൊന്ന് മനസ്സിലാക്കണം, 2016 90 സീറ്റും 2021 99 സീറ്റുമാണ്. അത് ഈ അണയാൻ പോകുന്ന തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിപ്പോ ഏതാണ്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇപ്പൊ താങ്കളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് അല്ല, പാർട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായം അല്ല. തീർച്ചയായിട്ടും ഇപ്പൊ G സുധാകരൻ അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പാർട്ടി ഒരു ഉറച്ച, ഞാനിപ്പോൾ ഈ കാര്യം തുറന്നു വന്ന് ഇത്രയും വിമർശനം ഞാൻ വലിയ 2 നേതാക്കളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. അതുകൊണ്ടാണ് ഞാനിത് താങ്കളുടെ മുമ്പ് എന്ന് പറയുന്നത്. അത് ചോദിച്ച ഉത്തരം എന്ന് പറഞ്ഞാൽ, രേഷ് ശരിയാണ്, ഫസ്റ്റ് ലെവലിൽ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. പക്ഷേ സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിന് മന്ത്രിയാക്കുകയോ വേറെ എന്തെങ്കിലും ആക്കുകയോ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? രേഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇപ്പൊ MP രാജേഷിനെ പോലെയോ അല്ലെങ്കിൽ P രാജുവിനെ പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പല നേതാക്കന്മാരെ പോലെയോ അല്ലെങ്കിൽ സ്വയം സ്വരാജിനെ പോലെയുള്ള ഒരു റീഡിങ്ങും കേപ്പബിലിറ്റി ഒക്കെ. രണ്ടാമത് പറഞ്ഞ MP രാജേഷ് എന്ന് പറയുന്ന ആ പേര് തന്നെയാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ആ പഴയ ഒരു MP രാജേഷ് എന്ന് പറയുന്ന നേതാവിന്റെ സർവ്വ ഇമേജും കളഞ്ഞത്. അല്ല, അതെ ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ പുതിയ ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കണ്ടേ. പിന്നെ പാർട്ടി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, എനിക്കറിയില്ല. പറഞ്ഞ കാര്യം ഇപ്പോൾ ബംഗാളിലടക്കം എന്ത് സംഭവിച്ചു എന്നുള്ളത് പാർട്ടി പഠിക്കുമ്പോൾ ഇത്തരത്തിൽ 2ാം നിര നേതാക്കന്മാരെ നയിക്കാൻ പറ്റുന്ന ആളുകളെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതാണെന്നാണ്. അപ്പം പിന്നെ
അയ്യപ്പദാസ് ഇതൊക്കെ ഈ ഇമേജ് ഇടിച്ചു ബാക്കിയുള്ളതാണെന്നൊക്കെ പറയുമ്പോഴും എതിരായിട്ട് നിൽക്കുന്ന എല്ലാ റൈറ്റ് വിങ് അജണ്ടയും റൈറ്റ് വിങ് ഈ പറഞ്ഞ പോലെ പ്രൊപ്പഗാണ്ടയും മാത്രമാണ്. ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് പോലെ പോലും ഒരു അഴിമതി ആരോപണം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതിപ്പോ സാറ് പറയുന്നല്ലേ, വേറെ നിങ്ങൾ പറയുണ്ടെങ്കിൽ അഴിമതി ആരോപണം ഇല്ലെന്നല്ല, കമ്മീഷനൊക്കെ വാങ്ങിക്കൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഈ ബ്രൂവറി വിവാദമൊക്കെ ചുമ്മാ സാർ. പക്ഷെ ഞാനൊരു സംഗതി പറയാം, അങ്ങനെ നമ്മൾ പ്രതിപക്ഷത്തിനില്ല താങ്കൾക്കുണ്ടാവുമായിരിക്കും. സാർ ഒരു കാര്യം കൂടെ, അതായത് ഈ നവകേരള യാത്ര മുതൽ ഇപ്പോൾ അവസാനം പാഠപുസ്തകത്തിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ഈ പറയുന്ന അധ്യാപക സംഘടന ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് അവരെ ഈ പറയുന്ന നമ്മളെ മനനം ചെയ്യിക്കുന്നത് പോലെ ഇങ്ങനെ പിണറായി വിജയൻ ഓം പിണറായി വിജയനായ നമഃ, ഓം ഇതായ നമഃ എന്ന് മന്ത്രം ചൊല്ലിച്ച് ഇങ്ങനെ പറയുന്ന പോലെ അങ്ങനെ ഒരു നമഃ പറഞ്ഞ് പിണറായി ഇങ്ങനെ അദ്ദേഹം ഒരു വിഗ്രഹവും ബാക്കിയുള്ളവർ ഇങ്ങനെ നമഃ പറയണമെന്നാണ് എൻ്റെ ഉദ്ദേശം. സാർ, പാർട്ടി സംഘടന ഇത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഈ പറയുന്ന രീതിയിൽ അവർക്കൊരു എക്സ്പോഷർ ഉണ്ടാക്കാനാണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതിന് അവരുടെ സംഘടനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മിഷണറി ഉപയോഗിക്കുകയാണ്. സർക്കാരിന്റെ മിഷണറി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലല്ല, ആവേശത്തിന്റെ ഒന്നുമല്ല ഇതൊക്കെ പറയുന്നത്. എനിക്ക് മറുപടി അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു കോൺഗ്രസ് ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓം കരുണാകരായ നമഃ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായ നമഃ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന പിന്നെ എന്ത് പറയാ മൽമൽ മുണ്ട് അല്ലെങ്കിൽ പിന്നെ ഏതാ മറ്റേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങ് വലിയ അങ്ങനെ ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മാത്രമേ ഈ പറയുന്ന മറ്റേ കാറിൽ സഞ്ചരിക്കാവൂ. സുരേഷ് കുറുപ്പ് ഇട്ട് DH ഷർട്ടായത് കൊണ്ട് പിടിക്കാതെ വന്ന വരട്ട് തത്വവാദം. അപ്പോൾ സാർ, ഇവർക്കൊക്കെ മാത്രമേ എല്ലാം ആകാവുള്ളൂ എന്നാണ്. സാറേ, ഒരു കാര്യം കൂടെ സാർ, ഞാൻ ഈ പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന പാഠപുസ്തകത്തിൽ പിന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ അവരുടെ വരുമാനം കൂട്ടിക്കൊടുക്കും. സാർ അറിഞ്ഞായിരുന്നു, ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ TP വധക്കേസിലെ പ്രതികളൊക്കെ അവരെ വീട്ടിൽ പോകുന്നതിനൊക്കെ സാർ ഇതൊക്കെ ഈ പറയുന്ന പോലെ ഇതൊന്നും ജനം മറക്കാനൊന്നും പോകുന്നില്ല സാർ, ഇതൊന്നും ജനം മറക്കാൻ പോകുന്നില്ല. ഈ TP കേസിലെ പ്രതികളായിട്ടുള്ള ഏവരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കണ്ണൂരുള്ളവർ ആരുണ്ടോ അവർക്കൊക്കെ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അവർക്കൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക. കണ്ണൂർ എന്ന് പറയുന്ന ജില്ല കേരളത്തിൽപ്പെട്ടതാണ്, അല്ലാതെ വേറെ ഒരിടത്തുള്ളതല്ല. ഏതായാലും സാറ്, ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. താങ്കൾ ഇതിന്റെ ഒരു അവസാന ഭാഗം ഒന്ന് പറഞ്ഞു. ഒരു കാര്യം ആദ്യം എനിക്ക് താങ്കൾ ഓർപ്പിക്കാനുള്ളത്, ഞാൻ CPM-ന്റെ മെമ്പർ അല്ല, സംസ്ഥാന കമ്മിറ്റി അല്ല. താങ്കൾ ഈ പറയുന്ന പോലെ വെള്ളം പൂശൽ രീതിയിൽ അവരാരും അഴിമതി കാണിച്ചിട്ടില്ല എന്ന് അങ്ങനെയൊന്നും സാർ പറയരുത്. ആരോപണം അങ്ങനെ പറയരുത്. അല്ല, അവർ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം സ്റ്റേബിൾ ആയിട്ടുള്ളത് പ്രതിപക്ഷം പോലും ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ താങ്കൾ പറയും, നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പദാസെ, EMS ശങ്കരയ്യ സിന്ദാബാദ് എന്നൊക്കെ എഴുതി വെച്ചപ്പോഴേക്കും അങ്ങനെ വ്യക്തികളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു പ്രചരണം നയിക്കരുത് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് CPM. അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ആ പാർട്ടിയും ആ പ്രചരണ തന്ത്രങ്ങളൊന്നും ഫലിക്കാത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പം യഥാർത്ഥത്തിൽ CPM എന്നോട് ചോദിക്കുകയാണ്, രതീഷേ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് തന്ത്രം വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു ഫേസ് കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രചരണം നയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പം മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് RSSനോ അല്ലെങ്കിൽ BJPക്കോ പോലും മോദി ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫേസ് ഉണ്ടെങ്കിലേ ജനം അതിനോട് എന്ത് ചെയ്യും, സമരസപ്പെടുകയും വോട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാതെ ഐഡിയോളജി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം എന്ന് പറയുന്ന ഐഡിയോളജിയെ സ്നേഹിക്കണം, ഐഡിയോളജിയുടെ പുറകെ പോകണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം അവസാനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വാചകം കൂടി, ആൽബൈൻ കമ്മ്യൂണിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ പറയുന്നുണ്ട്, രണ്ട് ആളുകൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ നമ്മൾ മുഖങ്ങളെ സ്നേഹിക്കാനാണ് നമുക്ക് ഇഷ്ടം, പക്ഷെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രത്യയശാസ്ത്രത്തെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രത്യയശാസ്ത്രത്തെ മാർക്കറ്റ് ചെയ്യാൻ, ആളുകളിൽ നിന്ന് വോട്ടാക്കി മാറ്റാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണെന്നും ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഫേസ് ഉയർത്തി കാണിച്ചേ പറ്റുള്ളൂ, അതിനിപ്പോൾ പിണറായി അല്ലെങ്കിൽ XO YO പോലെയുള്ള ആളുകൾ ഉയർത്തി കാണിക്കപ്പെടുമെന്നും കൃത്യമായിട്ട് താങ്കൾ ഇനി മനസ്സിലായിക്കോ. കാരണം ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളും ഒക്കെ അതേപോലെ മാറിക്കഴിഞ്ഞു, അത് വാസ്തവമാണ്. ശരി, ഏതായാലും മുഖം ഈ പറയുന്ന പോലെ അവർ ഇപ്പോൾ സാറ് പറഞ്ഞ സ്ട്രാറ്റജി അനുസരിച്ച് അവർ തന്നെ കരുതുന്നത്. അതായത് സാർ, എനിക്ക് ഒന്നുകൂടെ പറയണ്ട, അതായത് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ, അതായത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഈ സഖാക്കൾക്ക് അപ്പോൾ മനസ്സിലാവില്ല. സംഭവിച്ച ശേഷം അവർ പിന്നെ ഒരു പഠനം നടത്തിയിട്ട് അവർ പറയും അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയി. ഏതായാലും 2 തവണ അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചു, അവർ മുഖ്യമന്ത്രിയായി. 3-ാം തവണയും അവർ കാണിക്കുന്നു. ആയിക്കോട്ടെ. എനിക്ക് LDFനോ CPM-നോ തന്നെ ആയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചു എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് EMS ശങ്കരയ്യ സിന്ദാബാദ് എന്ന് എഴുതി വെച്ചപ്പോൾ അങ്ങനെ വ്യക്തികളുടെ പേര് എഴുതി സിന്ദാബാദ് വിളിക്കരുത് എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരുപാട് മാറി, അങ്ങനെ സംശയമില്ല, അത് കറക്റ്റാണ്.
അത് ഈ കാലഘട്ടത്തിൽ ആവശ്യം കൂടി ആയി വരികയാണെന്നാണ് ഞാൻ അല്ല, അത് പറഞ്ഞത്. കാലഘട്ടത്തിന്റെ ആവശ്യമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം അടങ്ങുന്ന ആ ഒരു കമ്പനിയുടെ ആവശ്യം അത്രേ ഉള്ളൂ. അല്ല, ആ കമ്പനിക്ക് അങ്ങനെ ഒരു ബ്രാൻഡിങ് ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. ആ ബ്രാൻഡിങ് അവരുടെ ആവശ്യം വരും, അവരവരുടെ കാര്യങ്ങൾ നോക്കും. അദ്ദേഹത്തിന് ശേഷം ഈ പറയുന്ന അദ്ദേഹം വന്നിരുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ മണ്ണടിഞ്ഞങ്ങ് പോകും, അത്രേ ഉള്ളൂ. അതോടുകൂടി ഈ പറയുന്ന രീതിയിൽ അവർ ഈ പറഞ്ഞ ആദർശങ്ങളും ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളും അവർ പറഞ്ഞു, അവരവരുടെ ജീവിതം നോക്കി അങ്ങ് പോകും. അതിന്റെ പിറകെ പോയ കുറെ എണ്ണം മണ്ടന്മാരും പോകും, അത്രേ ഉള്ളൂ ഇതിനകത്തുണ്ടാകും. അല്ല, അതൊക്കെ താങ്കളുടെ ഒരു എന്താ പറയാ, ഈ പറയുന്ന പോലെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ഒരിക്കലുമല്ല സാറേ. നമ്മൾ ഈ പറയുമ്പോൾ അടിസ്ഥാനമില്ലെന്ന് പറയുകയും വേറുള്ളവർ പറയുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി ഇല്ല സാർ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിരന്തരം ഈവന്റ് മാനേജ്മെന്റുകളുടെ ഒരു സംഘമാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവന്റ് മാനേജ്മെന്റ് സംഘത്തിന്റെ ഐഡിയയുടെ ഫലമായിട്ടാണ് ഈ കേരള യാത്രയുണ്ടായത്, നവകേരള യാത്രയുണ്ടായത്. ഇപ്പൊ ഈ അവസാനം പാഠപുസ്തകത്തിൽ ഈ പേര് വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഞാൻ അതിന്റെ ഉദാഹരണം പറയുന്നില്ല സാർ. അതൊക്കെ വളരെ മോശമാണ് സാർ. നമ്മൾ കേരളമാണ്, ഒരു നേതാവിന്റെ പേരിങ്ങനെ ഈ പറയുന്ന ഒരു അധ്യാപക സംഘടനയൊക്കെ ഉപയോഗിച്ച് ചെയ്യുക. എന്തായാലും ഞാൻ ഇതിന്റെ പേരിൽ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളുമായി മുന്നേറുമ്പോൾ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പഴയ പോലെയല്ല, CPM മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനിയുള്ള കാലത്ത് തങ്ങളുടെ പ്രത്യയശാസ്ത്ര ഐഡിയോളജി മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് മുഖം കാണിക്കാതെ അത്തരം കാര്യങ്ങളും പ്രചരണ തന്ത്രങ്ങളുമായി പോകാൻ കഴിയില്ല. അത് ഈ പറയുന്ന പോലെ ഒറീസയിലും രാജസ്ഥാനിലും ബീഹാറിലുമുള്ള ഏത് തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ എടുക്കാം. മനസ്സിലായി? ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് എടുക്കാം. കാരണം ലോകം തന്നെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫേസ്, ഇപ്പൊ ഞാൻ പോലും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു പേരിട്ടിരുന്നു. ആ ചാനൽ അങ്ങനെ പേരിടല്ലേ എന്നാണ് എന്നെ ആളുകൾ അഡ്വൈസ് ചെയ്ത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ. കാരണം എന്ന് വെച്ചാൽ രതീഷ് ചക്രവാണി എന്നുള്ള ബ്രാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ആ സമയം അത്ര എളുപ്പമല്ല വേറൊരു പേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് മറ്റേ VD സതീശൻ്റെ മറ്റേ ഫ്ലക്സ് ഇപ്പോൾ എല്ലായിടത്തും വെച്ചിട്ടുള്ള, ഞാനൊരു തെറ്റും കാണുന്നില്ല. കാരണം പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ള ഫ്ലക്സാണ് വെച്ചേക്കണം. പക്ഷെ അത് ചെയ്യാതെ UDFനും ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം UDF മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, അയ്യപ്പാസിൻ്റെ അടുത്ത് ഒരു വാചകവും കൂടി അങ്ങോട്ട് പറയാം. അയ്യപ്പാസ പഴയ പോലെ പാർട്ടിക്കാർ തന്നെ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൽ വന്ന് പാർട്ടിക്കാർ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നൊരു പണിയില്ല. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും അവരുടെ ഈവന്റ് മാനേജ്മെൻറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാത്രമേ ജയിക്കാൻ കഴിയൂ. കാരണം ഇതെല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന പാർട്ടികൾ എതിരായിട്ട് നിൽക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ പറയുന്ന ഈവൻറ്റും സ്ട്രാറ്റജിയും ഒക്കെ താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അതായത് ഇദ്ദേഹം അടങ്ങുന്നത് പിണറായി ആൻഡ് കമ്പനി ആയിരിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കൂ. പിണറായി അല്ല, ഇനി വേറെ ആരെങ്കിലും വന്നാലും അത് ഉപയോഗിക്കും. അല്ല, ഞാൻ ഇതുവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് VS എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയൊരു നേതാവ്, അദ്ദേഹത്തിന് ഒന്ന് അനങ്ങാൻ പോലും അനുവദിക്കാതെ പാർട്ടി സംഘടന സംവിധാനം കൊണ്ടുപോയ ഒരു പാർട്ടി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ ഇതായി കഴിഞ്ഞ ശേഷം ഇവിടെ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിക്കോ എന്തെങ്കിലും ഇപ്പോൾ സാർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാർട്ടി സംഘടനയ്ക്ക് യാതൊരു വിലയുമില്ല. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാള് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾക്കും പ്രകടനങ്ങളും ഒക്കെ ഓർഗനൈസ്ഡ് അല്ലായിരുന്നു, വളരെ നാച്ചുറലായിട്ട് വന്നതാണെന്ന് അയ്യപ്പദാസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. അതങ്ങനെയല്ല. അതിന്റെ പിന്നിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും കേൾക്കാൻ നിൽക്കാത്ത VS അച്യുതാനന്ദന്റെ പ്രസംഗം പിന്നീട് ഈ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകൾ വൈറ്റില ജംഗ്ഷനിൽ മഴയത്ത് നിന്ന് കേൾക്കുന്ന ലെവലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതിന്റെ പിന്നിൽ ചിലപ്പോൾ ഒരു കമ്പനി ഉണ്ടാവില്ല, അതിന്റെ പുറകിൽ കുറെ ആളുകൾ എന്ത് ചെയ്തിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ആ വർക്ക് ചെയ്യാൻ പോകുന്ന മെറിറ്റും VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ആശയദൃഢത ഉണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളിൽ നിലപാടുകളും ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ ചെയ്യാതെ ഒരു കാരണവശാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ താങ്കൾക്ക് അപജയമായിട്ട് എടുക്കാം, ആവശ്യമായിട്ട് എനിക്ക് കൊടുക്കാം, ഏത് ലെവലിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാം. അത് സത്യമാണ്. പക്ഷേ നന്ദി.